നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ദ്വീപിനെ രോഗാതുരമാക്കുകയും ജയിലറയാക്കുകയും ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർ ഭരണം ജനാധിപത്യ ധ്വംസനങ്ങളുടെ മാലപ്പടക്കം തീർത്ത് അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനുമേതിനും ആശ്രയമായി ദ്വീപ് നിവാസികൾ ഓടിയെത്തുന്നത് കേരളത്തിലേക്കാണ്. ഇവിടുത്തെ കേരളത്തിലെ എംപിമാർക്ക് അവിടെ പോകാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ പോലും ആകുന്നില്ല. കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഇങ്ങനെയാണ്: അവിടെ നടക്കുന്നത് പുറം ലോകം പോലും അറിയരുത്. സുനിശ്ചിതമായ ജനാധിപത്യ ധ്വംസനം. ഒരു ജനകീയ ഭരണകൂടത്തിൻ്റെ ഒരു ചേരുവകളിലുമില്ലാത്ത നടപടിയാണ് അഡ്മിനിസ്ട്രേറ്റർ നടത്തുന്നത്. മതേതരവാദികളും നിഷ്കളങ്കരുമായ ദ്വീപ് നിവാസികളെ ഒറ്റപ്പെടുത്തുക മാത്രമല്ല, ഇന്ത്യയുടെ ജനാധിപത്യ ബോധത്തിന് മേൽ കൊഞ്ഞണം കുത്തുകയാണ് പ്രഫുൽ കോട പട്ടേൽ. ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യം: ജനപ്രതിനിധികളെ തടയുന്നത് ലക്ഷ്യം പുറത്തറിയാതിരിക്കാനോ? CPIM നേതാവും എംപിയുമായ എളമരം കരീം, BJP നേതാവ് ജയചന്ദ്രൻ മാസ്റ്റർ, ഒപ്പം ലക്ഷദ്വീപിലെ പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ലക്ഷദ്വീപ് നിവാസി കോമളം കോയ എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. ആദ്യം തലക്കെട്ടുകൾ. ചർച്ചയിലേക്ക് തന്നെ നാം നേരിട്ട് പോവുകയാണ്. ആദ്യം ശ്രീ എളമരം കരീമിലേക്കാണ് പോകുന്നത്. ശ്രീ എളമരം കരീം MP, അതായത് ലക്ഷദ്വീപ് നിവാസികൾ നേരിടുന്ന ജനാധിപത്യ ധ്വംസനങ്ങൾ, നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രൂര പീഡനങ്ങൾ, ആ നിഷ്കളങ്കരായ ജനതയോട് BJPക്ക് പുറത്തുള്ള എല്ലാ പേരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിക്കുന്ന ഒരു ഘട്ടം. കേരളത്തിൽ നിന്നുള്ള MPമാർക്ക് അവിടെ പോകാൻ പോലും ആകാത്ത സാഹചര്യമാണ് ഏറ്റവും പുതിയതായി നമുക്ക് മുന്നിലുള്ളത്. ഇത് എന്തിൻ്റെ സൂചനയാണ്? എന്ത് സന്ദേശമാണ് അഡ്മിനിസ്ട്രേറ്ററും കേന്ദ്ര ഭരണകൂടവും മുമ്പോട്ട് വെക്കുന്നത്? എംപിമാർക്ക് 2020 അവസാനം ചാർജ് എടുത്തതിന് ശേഷം അവിടെ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ കടുത്ത ജനവിരുദ്ധമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അജണ്ട അവിടെ നടപ്പാക്കുകയാണ്. മനോഹരമായ ലക്ഷദ്വീപ് ദ്വീപ സമൂഹങ്ങളിൽ ഏതാനും ഭാഗം കോർപ്പറേറ്റുകൾക്ക് കൈമാറുക എന്നതാണ് ഈ പദ്ധതി. തുടർന്ന് അവിടെ ടൂറിസം വികസനത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പൊതുവായി ഇപ്പോൾ വിശദീകരിക്കപ്പെടുന്ന വികസനത്തിൻ്റെ മറവിൽ കാസിനോകളും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും റിസോർട്ടുകളും സ്ഥാപിച്ച് സന്ദർശകരെ ആകർഷിക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു ആലോചന ഏതോ കേന്ദ്രത്തിൽ നടക്കുന്നു. അങ്ങനെ വരുമ്പോൾ ക്രൂയിസ് ഷിപ്പുകളും വിമാനങ്ങളുമെല്ലാം എത്തിച്ചേരാൻ പറ്റുന്ന തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്യണം. ഇതിനാവശ്യമായ ഭൂമി ആ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ബലമായി ഏറ്റെടുക്കണം. അതിന് ഭൂ അവകാശ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുന്ന പുതിയ നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നു. അത് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഭൂ ഉടമകളായിട്ടുള്ള മുഴുവൻ ആളുകളും 3 വർഷം കൂടുമ്പോൾ അത് പുതുക്കണം. പുതുക്കാൻ വൈകിയാൽ 5 ലക്ഷം രൂപ ഫൈൻ. തലമുറകളായി ലക്ഷദ്വീപിൽ ജീവിക്കുന്ന പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആ അവശ ജനതയോടാണ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്: നിങ്ങളുടെ ഭൂമി, കൈവശമുള്ള ഭൂമി നിങ്ങൾക്ക് സ്ഥിരാവകാശമില്ല, എപ്പോഴും ഗവൺമെൻറ്റിന് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് എന്ന വിധത്തിൽ എപ്പോഴും വേണേൽ ഒഴിപ്പിക്കാം. അത്തരം നടപടികൾ വരുമ്പോൾ അവരെ രാജ്യദ്രോഹികളായും ഗുണ്ടകളായും ക്രിമിനലുകളായും ചിത്രീകരിച്ച് ജയിലിലടയ്ക്കാൻ, വിചാരണ കൂടാതെ തടവിലിടാൻ പോലീസ് നിയമ ഭേദഗതി ഈ കൂട്ടത്തിൽ നോട്ടിഫൈ ചെയ്തിരിക്കുന്നു. ഗുണ്ട ആക്ട് എന്ന് വിളിക്കപ്പെടുന്നത് അതിനെയാണ്. ഈ വിവരങ്ങൾ ദ്വീപിൽ നിന്നറിഞ്ഞതിന് ശേഷം രാഷ്ട്രപതിക്ക് ഒരു കത്തെഴുതി ഞാൻ. ഈ അഡ്മിനിസ്ട്രേറ്റർ ഉടനെ തിരിച്ചു വിളിക്കണം, അദ്ദേഹം അവിടെ ചെയ്യുന്നത് ജനദ്രോഹമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, മനുഷ്യാവകാശ ലംഘനമാണ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതിൻ്റെ കോപ്പി മീഡിയാസിന് ഞാൻ കൊടുത്തിരുന്നു, ദേശീയ മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്നു. അന്ന് മുതലാണ് ദേശീയ മാധ്യമങ്ങളിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിയത്. അതോടുകൂടി രാജ്യത്ത് ഒരു വലിയ പ്രശ്നമായിട്ടിത് മാറി. കേരളത്തിൽ നിന്നുള്ള മറ്റൊട്ടേറെ MPമാർ ഇതുപോലെ കത്തുകൾ എഴുതി ഇയാളെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി പരസ്യമായി ആവശ്യപ്പെട്ടു. NCP നേതാവ് ശരത് പവാർ മുന്നോട്ട് വന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ലക്ഷദ്വീപിൽ നടക്കുന്ന കാര്യത്തോട് കേരള ഗവൺമെൻറ്റിന് യോജിക്കാൻ പറ്റില്ല, അവിടെ ചില സംഭവങ്ങൾ നടക്കുന്നത് വിവരങ്ങൾ കിട്ടുന്നു, അതൊന്നും സുഖകരമായ കാര്യങ്ങളല്ല എന്ന നിലപാടെടുത്തു.
കേരള അസംബ്ലി പ്രമേയം പാസ്സാക്കാൻ പോകുന്നു. കേരളത്തിൽ ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രമേയം പാസ്സാക്കി. അപ്പോഴെല്ലാം ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതെല്ലാം കേരളത്തിലല്ലേ, അവിടെ എന്താ നടക്കുന്നത്, അവിടുത്തെ ജനങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുകയല്ലേ? ഒരു സാമൂഹ്യ പ്രവർത്തക ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഈ ചോദ്യം വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവിടെ ഇമ്പോസ് ചെയ്ത 144 എന്ന് പിൻവലിച്ചു നോക്കൂ, ആ നിമിഷം ജനങ്ങൾ തെരുവിലിറങ്ങും നിങ്ങൾക്ക് കാണാം. ജനങ്ങളെ കോവിഡ് വ്യാപ്തിയുടെ മറവിൽ 144 പ്രഖ്യാപിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ അഡീഷണൽ പട്ടാളത്തെയും പോലീസിനെയും അണിനിരത്തി ഭീകരാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. കാശ്മീർ നിയമം പാസാക്കിയ അവസ്ഥ പോലെ അവിടെ മുൻ മുഖ്യമന്ത്രിമാരായ ആളുകളെ ാക്കിയാണ് നിയമം പാർലമെന്റ് പട്ടാളത്തെ ശിവദാസനും ആരിഫും അടക്കമുള്ള MP-മാരുടെ സംഘം അവിടേക്ക് പോകാനും കാര്യങ്ങൾ അന്വേഷിക്കാനും ബാധ്യതപ്പെട്ടവരാണ്. അവിടേക്ക് പോകാനുള്ള ആവശ്യത്തോട് എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ഭരണകൂടത്തിൻ്റെ പ്രതികരണം? വിളിച്ചു, നിങ്ങളൊന്ന് വരണം, ഒരു അരക്ഷിത ബോധമുണ്ട് അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ. അങ്ങനെയാണ് ഞങ്ങൾ അപേക്ഷ കൊടുത്തത്. അതിന് ഇന്ന് അവിടുന്ന് ലഭിച്ച മറുപടി, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് ഈ യാത്രക്ക് അനുമതി നൽകുന്നത്, പഴയ പ്രോട്ടോകോൾ ഓഫീസറല്ല എന്നൊരു മറുപടി ആദ്യം കിട്ടി. ഇന്നിപ്പോൾ ADM-ൻ്റെ മറുപടി കിട്ടി. അതിൽ അദ്ദേഹം പറയുന്നത്, ഇറ്റ് ഈസ് ടു ഇൻഫോം ദാറ്റ് ദർ ഈസ് എ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഫോർ 7 days ക്വാറന്റൈൻ ഇൻ ദ ഐലൻഡ് for those who come from mainland to the islands as per the standard COVID protocol that is in place in the Union Territory. Hence, you are therefore requested to plan the proposed visit on a later date. എന്ന് വെച്ചാൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ജൂൺ 2-നും 8-നും ഇടയിലുള്ള ദിവസങ്ങളിൽ ദ്വീപ് സന്ദർശിക്കാൻ അവസരം നൽകണമെന്നാണ്. ഓൺ എ ലേറ്റർ ഡേറ്റ് ആൻഡ് വി വുഡ് ലൈക്ക് ടു ഹോസ്റ്റ് യു ഇൻ ദി ഐലൻഡ്സ് ആൻഡ് വെൻ ദി കോവിഡ് സിറ്റുവേഷൻ ഇംപ്രൂവ്സ് ഇൻ ദിസ് ഐലൻഡ്. അത് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? 2-3 മാസം കഴിയുമ്പോൾ 3rd വേവ് വരുമെന്നാണ് ഫോർകാസ്റ്റ്. ഒരിക്കലും അയർലൻഡിലേക്ക് പോകാൻ പെർമിഷൻ തരാത്ത വിധത്തിലാണ് ഈ നടപടി. ഇന്ത്യൻ പാർലമെൻറ്റ് സമ്മേളനം ചേർന്നു ഈ കോവിഡിൻ്റെ കാലത്ത്. 2020 കോവിഡ് വ്യാപനത്തിന് ശേഷം 2 തവണ, സെപ്റ്റംബറിലും 2021 ഫെബ്രുവരി മാർച്ചിലും. അവിടെ കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റോടുകൂടി മെമ്പർമാർ ഹാജരാവുക എന്ന വ്യവസ്ഥയെ വെച്ച് അതനുസരിച്ച് എല്ലാവരും RT-PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രമുഖന്മാരെല്ലാം പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ മെമ്പർമാർ പങ്കെടുത്തില്ലേ? അതുപോലെ ഞങ്ങളോട് RT-PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അതെ, ഇത് വൈകി, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കോവിഡ് സിറ്റുവേഷൻ മെച്ചപ്പെട്ടതിന് ശേഷം അതൊരു അൺഎൻഡിങ് ആണ്, എന്ന് തീരുമെന്ന് പറയാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളോട് ചെല്ലാൻ പാടില്ല. ഇന്ത്യൻ പാർലമെൻറ്റ് മെമ്പർമാർ, ഞങ്ങൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മെമ്പർമാർ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് പോകാൻ തീരുമാനിച്ചത്. ഇന്ത്യൻ പാർലമെൻറ്റ് മെമ്പർമാരെ തടയാൻ ഈ അഡ്മിനിസ്ട്രേഷൻ എവിടെ നിന്ന് അധികാരം കിട്ടി? എങ്ങനെയാണ് അവർക്ക് ധൈര്യം വന്നിരിക്കുന്നത്? ഈ ഇന്ത്യൻ യൂണിയൻ്റെ അവിഭാജ്യ ഭാഗമാണ് ലക്ഷദ്വീപ്, അല്ലാതെ അത് വേറെ രാജ്യമല്ല. അവിടെ രാജഭരണമല്ല, ജനാധിപത്യ ഭരണമാണ്. അവിടെ നിന്നുള്ള പാർലമെൻറ്റ് മെമ്പറുണ്ട് നമുക്ക്. അങ്ങനെയുള്ളൊരു പ്രദേശത്തേക്ക് ഇന്ത്യയിലെ പാർലമെൻറ്റ് മെമ്പർമാർ പോകാൻ ശ്രമിച്ചാൽ അതിനെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ഇന്ത്യ എവിടേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അവിടെ ഇപ്പോൾ യാതൊരു ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ല, ഗവൺമെൻറ് ഉണ്ടാക്കുന്ന പ്രശ്നമേ ഉള്ളൂ. ലക്ഷദ്വീപ് കലക്ടർ കൊച്ചിയിൽ വന്ന് അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉയർത്തിയ പത്രസമ്മേളനം നടത്തിയതിനെതിരെ കവരത്തിയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം കോൺഗ്രസ് പ്രവർത്തകരാണ് നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തു. കൂടുതൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു എന്ന് കണ്ടപ്പോൾ ആ വകുപ്പുകൾ ഒന്ന് ലഘൂകരിച്ചു കൊടുത്തു. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? പ്രതിഷേധിക്കുന്നവരെ കരിനിയമങ്ങൾ ഉപയോഗിച്ച് ജയിലിലടയ്ക്കുക, ഭീഷണിപ്പെടുത്തുക, അവരുടെ ആവാസ വ്യവസ്ഥ തകർക്കുക, അവരുടെ ഭൂമി ബലം പ്രയോഗിച്ച് ഏറ്റെടുക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കുക, അതിൽ പ്രതിഷേധിക്കുന്നവരെ തടയാൻ ഗുണ്ട ആക്ട് കൊണ്ടുവരിക. ശരി, എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ തിരിച്ചെത്താം ശ്രീ എളമരം കരീം. BJP പ്രതിനിധിയായി ജയചന്ദ്രൻ മാസ്റ്ററിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, അതായത് MP-മാർക്ക് പോലും അവിടേക്ക് പോകാനാകാത്ത എന്ത് സാഹചര്യമാണ് ഇപ്പോഴവിടെ ഉള്ളത്? കശ്മീരിന് പോലും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ലക്ഷദ്വീപിനുള്ളത്? അല്ല ജിംഷാദെ, അത് വളരെ വ്യക്തമായിട്ട് എളമരം കരീം MP ആവശ്യപ്പെട്ടപ്പോ അവിടുത്തെ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത മറുപടിയിൽ വ്യക്തമാണല്ലോ. ഈ കോവിഡ് ദുരന്ത കാലഘട്ടത്തിൽ
അവിടെ പാലിക്കേണ്ട നിയമങ്ങൾ MP-മാരും നമ്മളൊക്കെ പാലിക്കേണ്ടതല്ലേ? എന്റെ വീടിന് തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം ഒരു മരണം നടന്നു. വിദേശത്തു നിന്നും മകനെ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ആ ബോഡി കാണാൻ പോലും അദ്ദേഹത്തിന് അനുവാദം ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചത് കൊണ്ട് നമ്മൾ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ പുറകിലുള്ള താല്പര്യങ്ങളെയും കൂടെ നമുക്ക് കാണാതിരിക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട MP തന്നെ പറഞ്ഞു 73 വർഷമായി ഈ ദ്വീപസമൂഹങ്ങളിൽ നമ്മുടെ MP-മാരുടെ ഒക്കെ അനുഗ്രഹാശിസ്സോടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, എനിക്ക് ചില സംശയങ്ങളുണ്ട് താങ്കൾ പറഞ്ഞതിൽ. അതായത് ശ്രീ എളമരം കരീം തന്നെ സൂചിപ്പിച്ചു, RT-PCR മറ്റേതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകളോ എടുത്ത ശേഷം ഇത് 3 MP-മാരല്ലേ ഉള്ളൂ, അവരുടെ സംഘവും അവരുമായി ഒത്തുപോകുന്നവരും RT-PCR എടുക്കുകയും അവിടെ ചെന്നതിന് ശേഷം വേണമെങ്കിൽ ക്വാറന്റൈനിലിരിക്കുകയും അതിനുശേഷം വീണ്ടും ഒരു RT-PCR എടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർക്ക് കാണാമല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് ആംബിയൻസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിന് പകരം ഇവരങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുന്നു. അപ്പോൾ താങ്കൾ പറയുന്നു കോവിഡിൻ്റെ സാഹചര്യമാണെന്ന്. കുറേ നാളുകൾക്ക് മുമ്പ് കുറച്ച് പിന്നോട്ട് പോയാൽ അവിടെ ലക്ഷദ്വീപ് കോവിഡിൽ നിന്ന് വിമുക്തമായ പ്രദേശമായിരുന്നല്ലോ. എങ്ങനെയാണ് അവിടെ കോവിഡ് എത്തിയത്? അവിടുത്തെ കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് ടൂറിസ്റ്റുകളെ അടക്കം ഇറക്കി അവിടുത്തെ നിയമങ്ങളെ അട്ടിമറിച്ചത് ആരാണ്? ഈ പ്രഫുൽ കോട പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്റർ അല്ലേ ചെയ്തത്? അപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പോലും ലംഘിച്ച് അവിടുത്തെ ഏതാണ്ട് 70% പേർക്ക് കോവിഡ് പിടിപ്പിച്ച ഈ അഡ്മിനിസ്ട്രേറ്ററാണോ ഇപ്പോൾ കോവിഡിൻ്റെ പേരിൽ ഈ 3 MP-മാർക്ക് വിലക്കേർപ്പെടുത്തുന്നത്? ചോദ്യങ്ങളുണ്ട്. ജയചന്ദ്രൻ മാസ്റ്റർ. അല്ല ജിംഷാദി, അനുഭവങ്ങളാണല്ലോ നമ്മുടെ നയങ്ങളിലേക്ക് മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കുന്നത്. അത് കൊള്ളാം. താങ്കൾ ചൂണ്ടിക്കാണിച്ച അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററുള്ള വിരോധം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നാം മനസ്സിലാക്കിയിടത്തോളം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നില്ല ആ കോവിഡ് വ്യാപനത്തിന് ആധാരമായി എന്ന് നാം ആരോപിക്കുന്ന നയങ്ങളിൽ മാറ്റം വരുത്തിയത്. അവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നീതിന്യായ സംവിധാനത്തിൽ അത് നിയമവ്യവസ്ഥയെ അനുവദിച്ചത് കേസ് പോലും നടന്നു. അവസാനം കോടതി പോലും അത് തള്ളിക്കളയാനുണ്ടായത്. അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നില്ല ഉത്തരവാദി എന്ന് പറയുകയും ആ പശ്ചാത്തലത്തെ കുറിച്ച് കോടതി തന്നെ അതിൽ ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് തീരുമാനമായിരുന്നു. മേ ബി വിത്ത് പെർമിഷൻ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കാം. ഇപ്പൊ നമ്മുടെ ഇതൊന്നും ആയിരുന്നില്ലല്ലോ യഥാർത്ഥ നമ്മുടെ മുമ്പിലെ വിഷയം. ബഹുമാനപ്പെട്ട അവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തിയെന്ന് അവരുടെ തലയിൽ വെക്കാം. ശരി, ജനങ്ങൾ കേൾക്കുകയാണ്, താങ്കൾക്ക് പറയാം. അല്ല, നമുക്ക് ചില ചിത്രങ്ങൾ നമുക്കുണ്ടല്ലോ. ഈ കേരളത്തിൽ നിന്ന് പോകുന്ന നിയമസഭാ സാമാജികരുടെയും MP-മാരുടെയും ഒക്കെ ഉദ്ദേശിച്ച് ഒരുപക്ഷെ സംശയം ഉണ്ടായേക്കാം. അപ്പൊ ആ കലക്ടർ തന്നെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വന്നു. അദ്ദേഹം നേരിട്ടത് എന്താണ്? അദ്ദേഹത്തോടൊരു വാർത്താ സമ്മേളനം പോലും നടത്താൻ അനുവദിക്കാത്ത പശ്ചാത്തലം ഉണ്ടായി. അദ്ദേഹത്തിന്റെ കാല് വെട്ടും എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടായി. ഇപ്പൊ തന്നെ പറഞ്ഞു ചില സംഘടനയുടെ ആളുകൾ അദ്ദേഹത്തിനെ ശാരീരികമായി ആക്രമിക്കുകയും ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെ വന്നിരിക്കുന്നു. പുറത്തുനിന്ന് പല ഇടപെടലുകളും അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ കപ്പലുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അവിടുത്തെ ഗവൺമെന്റ് ആസ്ഥാനങ്ങൾക്കിടയിൽ തന്നെ പോലും ആക്രമിക്കാൻ സാധ്യത. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ചില നിയന്ത്രണങ്ങൾ ഗൾഫിൽ കൊണ്ടുവന്നു. പിന്നെ താങ്കൾ പറഞ്ഞ മാതിരിയിൽ ആ ദരിദ്രമായ എന്ത് തരം നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നത്? നമുക്ക് അതിന്റെ ചർച്ചയിലേക്ക് പോകാം. എന്ത് തരം നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നത്? കുട്ടികൾക്ക് മാംസാഹാരം വിലക്കുന്നത് എങ്ങനെയാണ് അവിടുത്തെ തീവ്രവാദം തടയുന്നത്? ഒന്ന്, ലക്ഷദ്വീപിനെ പോലെ സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന പ്രദേശം, അവിടെ നേരിട്ട് പോയവർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് സിനിമാക്കാരാകാം, രാഷ്ട്രീയക്കാരാകാം, പത്രപ്രവർത്തകരാകാം, ഇങ്ങനെയുള്ള നിരവധി പേരുമായി ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ വളരെ ശാന്തരാണ്, ശാന്തപ്രിയരാണ് അവർ അവിടെ ഒരു പ്രശ്നവുമില്ല. അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്കൽ മാനറുകൾ തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം അവിടെ മറ്റ് തീവ്ര കക്ഷികളൊന്നും തന്നെ അവരുടെ രാഷ്ട്രീയത്തെ മേദിക്കാൻ അവരനുവദിച്ചിട്ടില്ല. എന്തിന് മുസ്ലിം ലീഗ് പോലും അവിടെ ഇല്ല. അവിടെ ഉള്ളത് കോൺഗ്രസും NCPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെയാണുള്ളത്. ആ രീതിയിൽ 98% മുസ്ലിങ്ങളുള്ള ലക്ഷദ്വീപിൽ ആ രീതിയിൽ വളരെ സമാധാനപരമായ രാഷ്ട്രീയ അന്തരീക്ഷം കൊണ്ടുപോകുന്ന ഒരു ജനതയാണ്. ആ ജനതയുടെ ഇടയിലേക്കാണ് നിങ്ങൾ വിഷവിത്തുകൾ എറിയുന്നത്. അത് അപകടമാണ്. ഇതാണ് ഈ നാടിൻ്റെ വേദനയുടെ പ്രതിഫലനം എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ വളരെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. താങ്കൾക്ക് പറയാമോ, മാംസാഹാരം നിഷേധിക്കുക വഴി അവിടുത്തെ ജനങ്ങളിൽ എന്ത് തീവ്രവാദം തടയാനാകും? താങ്കൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു. തീവ്രവാദത്തോടും കടുത്ത വർഗീയതയോടും എക്കാലം പുറത്തുനിന്ന സംസ്ഥാനമാണ്, പ്രദേശമാണ് ലക്ഷദ്വീപ്. കലക്ടർ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ചൂണ്ടിക്കാണിച്ചു. അത് അവിടുത്തെ ആളുകളല്ല പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ബാക്കി ഇടപെടലുകളാണ്. ശാന്തരാണവർ, കലാപപ്രിയരല്ല. അവർ ദരിദ്രരാണ് ആ ജനത.
ഇപ്പൊ നേരത്തെ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഇളവരം കരീം സാൻ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അധ്യാപകനായിരുന്നു. ഇപ്പൊ കേരളത്തിലെ ഉച്ചക്കഞ്ഞിയില് വിതരണം ചെയ്യുന്നതിൽ വളരെ കൃത്യമായി സർക്കാർ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. പ്രാദേശിക വിഭവങ്ങളാണ് കേരളത്തിലെ ഉച്ചക്കഞ്ഞി വിതരണത്തിൽ കുട്ടികൾക്ക് അനുബന്ധമായിട്ട് കൊടുക്കേണ്ടത്. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിക്കണം. ഞാൻ ചോദിക്കട്ടെ, 25,000 മെട്രിക് ടൺ ട്യൂണയാണ് ആഗോള വിപണിയിൽ വലിയ സാധ്യതയുള്ള ട്യൂണയാണ് അവിടെ ഉത്പാദിപ്പിക്കുന്നത്. ആ തരത്തിലുള്ള പ്രാദേശിക വിഭവങ്ങളുടെ ഉപഭോഗം വർദ്ധിക്കുമ്പോൾ ആത്യന്തികമായിട്ട് ഗൾഫ് ഈ അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പച്ചക്കറികൾ എങ്ങനെയാണ് പിന്നീട് നിങ്ങൾ മുമ്പോട്ട് വെച്ചത്? അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്, അവിടെ ലഭ്യമാകുന്നതിൽ സുലഭമായി ലഭിക്കുന്ന തേങ്ങയും ട്യൂണയും, അതായത് നമ്മുടെ ചൂരയും ഒക്കെയാണ്. ബീഫ് അവിടെ എത്തിക്കാനാകുന്നുണ്ട്. അവിടെ ഏറ്റവും കിട്ടാൻ പ്രയാസമുള്ളത് നമ്മുടെ നാടുകളിലൊക്കെ വിളയുന്ന പച്ചക്കറികളാണ്. അങ്ങനെയാണെങ്കിൽ ആ പച്ചക്കറികൾ കൊടുക്കാൻ സ്കൂൾ കുട്ടികളോട് നിർബന്ധിക്കുന്നത് എന്തിനാണ് ജയചന്ദ്രൻ മാസ്റ്റർ ഇങ്ങനെ കള്ളം പറയുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ അജിംഷാദെ, കേരളത്തില് പിന്നെ മാംസമാണോ കേരളത്തിലെ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത്? കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ കുട്ടികൾ വിതരണം ചെയ്യുന്നത് നേന്ത്രപ്പഴവും കോഴിമുട്ടയും തക്കാളിയും പയറും സ്കൂളുകളിൽ ഇറച്ചിയും കൊടുക്കുന്നുണ്ട് സ്കൂളുകളിൽ. ഏത് സ്കൂളിൽ? ഞാൻ ഏത് സ്കൂളുകളിൽ എപ്പോൾ സ്കൂളുകളിൽ ഇറച്ചിയും നൽകുന്നുണ്ട്. ഇറച്ചിക്ക് വിലക്കില്ല. ഇവിടെ ഇറച്ചിക്കും മാംസത്തിനും വിലക്കില്ല. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഒരു ബി ജെ പി നേതാവ് ഒരു ചർച്ചയിൽ പറഞ്ഞത് ഇതാണ്. ഒരു ബി ജെ പി നേതാവ് ഗൾഫിൽ എവിടെയാണ് മാംസം നിരോധിച്ചിരിക്കുന്നത്? ഇപ്പൊ ബഫലോ അതിനെ കട്ട് ചെയ്യുന്നതിൽ ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും വിലക്കില്ല. ഗൾഫിലെ സാധാരണ അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഉപഭോഗം വർദ്ധിക്കാമെന്നും അതുവഴി അവരുടെ ജീവിതോപാധിക്ക് വർധന വരുത്താമെന്ന് തീരുമാനിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഇത് തന്നെയല്ലേ കേരളത്തിലെ നായനാർ ഗവൺമെന്റ്. അധ്യാപകനായിരിക്കുന്നത് എനിക്ക് അധികാരിയായിട്ട് പറയാം. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ കഴിയുന്ന ബുദ്ധിമുട്ടുന്ന കേരളത്തിൽ അവർക്ക് ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ ചെലവഴിക്കാനുള്ള വഴികൾ കണ്ടെത്തണം. അതുകൊണ്ടാണോ അവർക്ക് ബീഫ്? ഇതിനകത്തൊരു വ്യക്തത വേണം. അതായത് ബി ജെ പിയുടെ മറ്റൊരു നേതാവ് പറഞ്ഞിരുന്നത്, ഒരു വനിതാ നേതാവ് പറഞ്ഞത്, ബീഫ് കഴിച്ചാൽ കുട്ടികൾക്ക് അവിടെ അവരുടെ അവരുടെ ആന്തരികമായ ദഹന പ്രക്രിയകളൊക്കെ പ്രശ്നമാവും, അതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ മാസ്റ്റർ പറയുന്നത് അവിടുത്തെ പ്രാദേശികമായ വിഭവം അല്ലാത്തത് കൊണ്ടാണ് ബീഫിന് എതിര് പറയുന്നത്. പിന്നീടൊന്ന് പറയുന്നു കാർഷികമായി അവരാശ്രയിക്കുന്ന വൃത്തികളെ തടസ്സപ്പെടുത്തുന്നതാണെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഗുജറാത്തിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ ക്ഷീരോൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള സമ്മർദ്ദം അവിടെ ചെലുത്തുന്നത്? എല്ലാം പരസ്പര വിരുദ്ധമാണ് മാസ്റ്റർ. അതായത് ഇറച്ചിയും മീനും കഴിച്ചിട്ടാണ് ഒന്ന് വളരെ കൃത്യമായിട്ട് അജിംഷാദ് ഉത്തരം ഞാൻ പറയാം, താങ്കൾ എന്നെ സമയം അനുവദിക്കുമെങ്കിൽ. അവിടെ ജനങ്ങൾക്ക് പാല് ലഭിക്കണം. ഇതാണല്ലോ പിന്നെ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ആവശ്യം. അതിന് ഗവൺമെന്റ് തലത്തിൽ അവിടെ ഡയറി ഫാം ഉണ്ടായിരുന്നു. ആകെ 10 പശുക്കളും 15 ജീവനക്കാരും. അതിന് പുല്ല് കേരളത്തിൽ നിന്ന് കൊണ്ടുവരണം, കാലിത്തീറ്റ കേരളത്തിൽ കൊണ്ടുവരണം, മറ്റു ദ്വീപിൽ നിന്നും പച്ചപ്പുല്ല് കൊണ്ടുവരുമ്പോൾ 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ അവിടെ ഗവൺമെന്റിന് ചെലവഴിക്കുന്നത് 800 രൂപയാണ് എന്ന കൊടിയ നഷ്ടം സഹിച്ചുകൊണ്ട് ഒരു ജനതയെ ഗവൺമെന്റ് എത്ര കാലം തീറ്റിപ്പോറ്റാൻ പറ്റും? അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞു സ്വകാര്യ വ്യക്തികൾ ഒരു ജനതയെ എങ്ങനെ ഒരു ജനകീയ ഭരണകൂടത്തിന് തീറ്റിപ്പോറ്റാനാകുമെന്നത്, ഒരു ജനതയെ എങ്ങനെ തീറ്റിപ്പോറ്റാനാകുമെന്ന് ആ സമീപനത്തിൽ തന്നെ വളരെ സാത്വികമായി സംസാരിക്കുന്ന ജയചന്ദ്രൻ മാസ്റ്ററുടെ ആ വാക്കുകൾക്കിടയിൽ, ആ വരികൾക്കിടയിൽ തന്നെ ആ ജനതയോടുള്ള നിഷേധമുണ്ട്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. അവിടുത്തെ ലക്ഷദ്വീപ് നിവാസി ഇവിടെ ഉണ്ട്. ഞാൻ ശ്രീ എളമരം കരീമിലേക്ക് എത്താം. അതിനു മുമ്പ് ലക്ഷദ്വീപ് നിവാസിയായ കോമളം കോയയുണ്ട്. ശ്രീ കോയ, ഈ ജയചന്ദ്രൻ മാസ്റ്റർ പറയുന്നതൊക്കെയാണോ അവിടുത്തെ വസ്തുത? ഇവിടെ ഏറ്റവും പുതിയതായുള്ളത് ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള, ഞങ്ങളുടെ നാടിൻ്റെ തന്നെ ഭാഗമാണ് ലക്ഷദ്വീപും. ഇവിടുത്തെ 3 എംപിമാർ ഈ പ്രശ്നം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന എളമരം കരീം നമ്മുടെ ചർച്ചയിൽ ഇരിപ്പുണ്ട്. ആ എളമരം കരീമും ശിവദാസനും മാരിഫും അടക്കമുള്ള എംപിമാർക്ക് അവിടെ പോകാനാകുന്നില്ല. പിന്നീട് വരൂ എന്ന് പറഞ്ഞ് തിരിച്ച് അയച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ചർച്ച. അപ്പോഴാണ് ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ ചില വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അവിടുത്തെ നിവാസി എന്ന നിലയിൽ ഒന്ന് പറയൂ. ജയേന്ദ്രൻ മാഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ എനിക്കൊരു സംശയം തോന്നിയ ഒരു കാര്യമുണ്ട്. കേൾക്കാവോ? കേൾക്കാം, നല്ലവണ്ണം കേൾക്കാം, പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞു ലക്ഷദ്വീപിൽ സുലഭമായിട്ട് കിട്ടുന്ന മീൻ ഉൽപ്പന്നങ്ങൾ
കയറ്റി അയക്കാനും മീൻ ഉൽപ്പന്നങ്ങൾ അവിടെ ഉപയോഗിപ്പിക്കാനും വേണ്ടിയാണ് പശുവിറച്ചി നിരോധിച്ചതെന്ന് പറയുന്നു. ഈ പശുവിറച്ചി നിരോധിച്ചിട്ട് മീൻ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കേണ്ട ആളുകൾ ഇന്ന് ലക്ഷദ്വീപിലൊന്ന് വിളിച്ചന്വേഷിച്ച് നോക്കണം. മാസ് മീൻ എന്ന് പറയുന്നത് ടൺ കണക്കിനാണ് ലക്ഷദ്വീപിലെ ഓരോ ആളുകളുടെയും പ്രൈവറ്റ് ആളുകളും അത്രയും അധ്വാനിച്ച് ശേഖരിച്ച് വെച്ചിരിക്കുന്ന മാസുകൾ മുഴുവൻ, ഈ മാസ് മുഴുവൻ ഗുജറാത്തിലെങ്കിലും കൊണ്ടുപോയി വിറ്റ് ഒരു 400 രൂപ അവർക്ക് വാങ്ങിക്കൊടുത്തോ? അവരുടെ ആ മാസ് മുഴുവൻ അവർ കഴിക്കട്ടെ എന്നാണ് തീരുമാനിച്ചതെങ്കിൽ അതാത് പ്രദേശത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവൻ അവർ കഴിച്ചു തീർക്കേണ്ടി വരില്ലേ? വേറെ ഒരു പ്രദേശത്തേക്കും കയറ്റി അയക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ തുടക്കം തൊട്ടേ ചർച്ച ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കാം. നേരത്തെ പറഞ്ഞു കോവിഡ് പ്രോട്ടോക്കോളാണ് നമ്മളിവിടെ ചർച്ചയിൽ തുടങ്ങി വന്നത്. കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇവിടുത്തെ എം പിമാർക്ക് പോലും വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അഡ്മിനിസ്ട്രേഷൻ അവിടെ വിലക്കുകൾ ഏർപ്പെടുത്തുമ്പോൾ ഈ ബഹുമാന്യനായ ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ പോലും വന്നത് നേരത്തെ ഉണ്ടായിരുന്ന കോവിഡ് പ്രോട്ടോക്കോൾ മുഴുവൻ ലംഘിച്ചു. ബഹുമാന്യനായ അസ്കർ അലി കലക്ടർ ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് തിരിച്ചുപോയ കലക്ടർ അവിടെ പോയിട്ട് 7 ദിവസം ഇരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടി വരും. അത് മാത്രമല്ല, മുമ്പുണ്ടായിരുന്ന കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് ബഹുമാന്യനായ കലക്ടർ പുറത്ത് നടന്ന സമയത്ത് ആളുകൾ കംപ്ലൈന്റ് കൊടുത്ത് കലക്ടർ വീണ്ടും തിരിച്ചുപോയി വീട്ടിരുന്ന അനുഭവങ്ങളും ലക്ഷദ്വീപിന്റെ ചരിത്രത്തിലുണ്ടായി. ഇതൊക്കെയാണ് സത്യാവസ്ഥ. അപ്പോൾ ഇവിടെ കുറേ ആവശ്യങ്ങൾ ലക്ഷദ്വീപിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്, ലക്ഷദ്വീപിലെ ജനങ്ങൾ ജനാധിപത്യം എന്തെന്ന് അനുഭവിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കരുനീക്കങ്ങളും നീക്കുന്നതിൻ്റെ ഭാഗമാണ് ലക്ഷദ്വീപിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് പണ്ട് മുതലേ ലക്ഷദ്വീപിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന എല്ലാ നിയമങ്ങളും, അതുപോലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അയച്ചുകൊണ്ട് ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷനെ കൊണ്ട് പഠനം നടത്തുകയും ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ലക്ഷദ്വീപിൻ്റെ വികസനം എങ്ങനെ വേണം എന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്ലാനുമുണ്ട്. ഈ പ്ലാൻ ഒന്നും കൺസിഡർ ചെയ്യാതെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇത്രയും ഓർഡറുകൾ ഇറക്കുമ്പോൾ അതിനെ പ്രതികരിക്കുന്നത് ജയേന്ദ്രൻ മാഷ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ ഇരുന്നിട്ടുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളാണ് ബഹുമാന്യനായ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഇന്ന് ഇതിനെതിരെ കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരളക്കരയിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ വിശിഷ്യ ലക്ഷദ്വീപിൽ നിന്നോ അല്ല അത് അയച്ചത്. ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് ഇരുന്നിട്ടുള്ള മിസ്റ്റർ ഒജ്ഹത്ത് ഹബീബുള്ള അടക്കം, അതുപോലെ രാജീവ് തൽവാർ അടക്കം, ഒമേയ് സൈഗാൾ അടക്കം ഇന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷദ്വീപിൻ്റെ ഇന്ന് നടപ്പാക്കാൻ പോകുന്ന നടപടികളെല്ലാം ജനവിരുദ്ധ നയങ്ങളാണ്, അത് നിയമവിരുദ്ധമാണെന്ന് വരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. അതിനെക്കുറിച്ച് ജയേന്ദ്രൻ മാഷാണ് ആദ്യം പറയേണ്ടത്. അതിനെക്കുറിച്ച് തീർച്ചയായും ഞാൻ ശ്രീ എളമരം കരീമിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ എളമരം കരീം, അതായത് വസ്തുതാവിരുദ്ധമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രചരണത്തെ തടസ്സപ്പെടുത്താൻ BJPക്കാകുമോ? BJP സർക്കാരിനാകുമോ? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് യഥാർത്ഥത്തിൽ ശരിയായിരിക്കും. ദിനേശ്വർ ശർമ്മ എന്ന മുൻ അഡ്മിനിസ്ട്രേറ്റർ വരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഈ പ്രഫുൽ കോട പട്ടേൽ എന്ന മുൻ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്ന അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അഡ്മിനിസ്ട്രേറ്ററുടെ മാത്രം കാര്യമായി ഒതുങ്ങുന്നതാണോ, അതോ ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഹിഡൻ അജണ്ടയുണ്ടോ? ഈ 3 MPമാരെ തടയുന്നതടക്കം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. അത് നടപ്പാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഈ പ്രഫുൽ കോട പട്ടേൽ. അദ്ദേഹത്തിന് ഇത്തരം പ്രവൃത്തികൾ നടത്തി പരിചയമുള്ള ആളാണ്. ദാദ്ര നാഗർ ഹവേലി, ഡാമൻ അവിടെ അഡ്മിനിസ്ട്രേറ്ററായി അദ്ദേഹം സർവീസ് ചെയ്യുമ്പോൾ ഡാമനിലെ ഒരു സീ ഫ്രണ്ടേജ് ഭൂമി അവിടെ താമസക്കാരായിരുന്ന മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ച് ഗവൺമെൻറ് ഏറ്റെടുത്ത് നേപ്പാൾ സ്വദേശിയായ ഒരു വലിയ സമ്പന്നന് ടൂറിസം ഡെവലപ്മെൻറ്റിന് ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ വലിയ റിസോർട്ട് ഉണ്ടാക്കി ആ ടൂറിസം മുതലാളി. അദ്ദേഹം സമ്പത്തുണ്ടാക്കാൻ ഈ പാവപ്പെട്ടവരുടെ സ്വകാര്യ ഭൂമിയാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ മുഖേന തരപ്പെടുത്തിയെടുത്തത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യം. ഗുജറാത്തിൽ ഒരു റോഡ് കോൺട്രാക്ടറായിരുന്ന പ്രഫുൽ കോട പട്ടേൽ പിന്നീട് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന് അദ്ദേഹം MLA ആയി 2010 അമിത്ഷാ ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ പകരക്കാരനായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തു.
അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയുടെ ഒരു സൂചന 2012 അദ്ദേഹം മന്ത്രിയായി സേവനം നടത്തിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. മാത്രമല്ല ദാദ്ര നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുമ്പോൾ അവിടെ 7 തവണ പാർലമെൻറ്റ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട MP ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ പീഡനം മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്ന് കുറിപ്പെഴുതി വെച്ചു. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ മുംബൈ പോലീസ് ഇദ്ദേഹത്തെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചരിത്ര പശ്ചാത്തലമുള്ള ആളാണ് ഇദ്ദേഹം. അദ്ദേഹം നടപ്പാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അജണ്ടയാണ്, ഭരണ നേതൃത്വത്തിലുള്ളവരുടെ അജണ്ടയാണ്. എന്താണോ കാശ്മീരിൽ നടപ്പാക്കിയത് അതുപോലെ കാശ്മീർ സംസ്ഥാന വിഭജനം, കാശ്മീരിൽ ഭരണഘടനയുടെ 370 വകുപ്പിൻ്റെ അബ്രോഗേഷൻ, ഇതെല്ലാം പാർലമെൻറ്റ് പാസ്സാക്കുന്ന ദിവസത്തിൻ്റെ ഒരാഴ്ച മുമ്പ് കാശ്മീരിലെ ജീവിച്ചിരിപ്പുള്ള 3 മുൻ മുഖ്യമന്ത്രിമാരെ വീട്ടുതടങ്കലിലാക്കി. മുഹമ്മദ് യൂസഫ് തരിഗാമിയെ പോലുള്ള സമുന്നതരായ CPM നേതാക്കന്മാരുൾപ്പെടെ ജനപ്രതിനിധികളെ മുഴുവൻ തടങ്കലിലാക്കി. ജനങ്ങളെ മുഴുവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ആ നാട് മുഴുവൻ ജയിലാക്കി. ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചു, പത്രം ആഫീസുകൾ മുഴുവൻ പൂട്ടിച്ചു. എന്നിട്ടാണ് അവിടെ ഈ നിയമം നടപ്പാക്കിയത്. അതേ മാതൃകയിൽ ഇവിടെ വരുത്തേണ്ട ഭൂപരിഷ്കാരം മറ്റ് നടപടികളെല്ലാം ചെയ്യുന്നതിന് ജനങ്ങളെ ഒതുക്കാൻ പോലീസ് ഗുണ്ട ആക്ട് ഉൾപ്പെടെ തയ്യാറാക്കി വെച്ച് മുൻകരുതൽ, അറസ്റ്റ്, ജയിലിലിടൽ, ഈ ഭീഷണിയെല്ലാം പുറപ്പെടുവിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ യഥാർത്ഥ അജണ്ട നടപ്പാക്കാൻ പോകുന്നത്. ലാൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് വരുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ആരുടെയും ഭൂമി ആരുടെയും അനുവാദമില്ലാതെ ഏറ്റെടുക്കാൻ അവസ്ഥയുണ്ടാക്കുക. ആ ഭൂമി എന്നിട്ട് ആർക്ക് പോവും? അവിടെ വരാൻ പോകുന്ന കോർപ്പറേറ്റുകൾക്ക്, അവർക്ക് കാസിനോ നിർമ്മിക്കാൻ, റിസോർട്ട് നിർമ്മിക്കാൻ. ഈ പാവങ്ങൾ എന്ത് ചെയ്യും? ഇവർ ഭരണഘടനയിലെ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട പാവങ്ങളാണ്. മത്സ്യബന്ധനം, അല്പം തെങ്ങ് കൃഷി, മറ്റ് ചെറിയ ചെറിയ ഉപജീവന മാർഗ്ഗങ്ങൾ, കുറച്ചാളുകൾ സർക്കാരുമായി ബന്ധപ്പെട്ട കരാർ ജോലികൾ, ഇതെല്ലാം ചെയ്ത് ജീവിക്കുന്ന പാവങ്ങളാണ്. ഈ ലക്ഷദ്വീപ് സമൂഹത്തിലെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു മൂർക്കോത്ത് രാമുണ്ണി, മലയാളിയായ. അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹം അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹമാണ് ആ പ്രദേശത്തെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ അടിസ്ഥാനപരമായ നടപടികൾ സ്വീകരിച്ചത്. അദ്ദേഹം ദ്വീപ് നിവാസികളോടൊപ്പം ആ കടൽ തീരത്തെ മണലിൽ കിടക്കുമായിരുന്നു, ഉറങ്ങുമായിരുന്നു, അവരിൽ ഒരാളായി ജീവിച്ചു. ഇന്നും ദ്വീപ് നിവാസികൾ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നയാളാണ് മൂർക്കോത്ത് രാമുണ്ണി. ഇന്നത്തെ പ്രഫുൽ കോട എന്താ ചെയ്യുന്നത്? നിലവിലുള്ള അഡ്മിനിസ്ട്രേറ്ററുടെ ഭവനം ഇടിച്ചു പൊളിച്ച് കോടികൾ ചെലവഴിച്ച് ഒരു പുതിയ മണിമന്ദിരം നിർമ്മിക്കുന്നു. ആ നിർമ്മാണം പൂർത്തീകരിക്കാൻ തൊട്ടടുത്തുള്ള ഒരു മുസ്ലിം മസ്ജിദ് പൊളിച്ചു നീക്കണമെന്ന് ആ കമ്മിറ്റിക്കാരെ വിളിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നു. എങ്ങോട്ടാണ് ഒരു പ്രദേശത്തെ കൊണ്ടുപോകുന്നത്? ഇത്തരം കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞത് വളരെ വൈകിയാണ്. പണ്ട് കാലത്തേക്കാൾ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിന്നുള്ള വിവരങ്ങൾ കിട്ടിയത് വൈകാൻ കാരണം ഈ കോവിഡ് വ്യാപിച്ചപ്പോൾ അവിടെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലമാണ്. എന്നിട്ടും ചില സുഹൃത്തുക്കൾ, BJP സുഹൃത്തുക്കൾ ചർച്ചയിൽ പറഞ്ഞു അവിടെ പ്രതിഷേധമില്ല, പ്രതിഷേധം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അന്ന് ഒരു ചാനലിൽ പങ്കെടുക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക, ഒരു ലേഡി പറഞ്ഞു, നിങ്ങൾ ആ 144 ഒന്ന് പിൻവലിച്ചു നോക്കൂ, നിങ്ങൾക്ക് കാണാം ജനങ്ങളെ തെരുവിലിറങ്ങുന്നതാണ്. ലക്ഷദ്വീപ് കലക്ടർ എറണാകുളത്ത് വന്ന് പത്രസമ്മേളനം നടത്തി. അഡ്മിനിസ്ട്രേറ്ററുടെ നടപടിയെ മുഴുവൻ ന്യായീകരിച്ചു, എതിർക്കുന്നവരെ പരിഹസിച്ചു. പ്രതിഷേധം ഇവിടെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ കവരത്തിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ആ പ്രതിഷേധ പ്രകടനം നടത്തിയവരുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തു. ആര് പറഞ്ഞു അവിടെ പ്രതിഷേധമില്ലെന്ന്? അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കിയില്ല ഇവർക്കെതിരായിട്ട്. ഈ കളക്ടറുടെ കാല് വെട്ടുമെന്നോ അല്ലെങ്കിൽ കളക്ടർക്ക് ശാരീരികമായ ഭീഷണി ഉയർത്തുന്നതോ ആയ പ്രതിഷേധമുണ്ടായോ? അങ്ങനെയാണ് ഇവിടെ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ അവർക്ക് പറ്റില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലുള്ളവരല്ല ദ്വീപ് നിവാസികൾ. അവർ ജനാധിപത്യപരമായ പ്രതിഷേധമല്ലാതെ അക്രമാസക്തമായ ഒരു കാര്യം അവർക്കറിയില്ല. അവർക്കറിയാത്ത കാര്യം അവരെങ്ങനെ ചെയ്യും? അതാണ് ഈ ശ്രീ എളമരം കരീം, ശരിയാണ്. അവിടെ ജയിലുകൾ പോലും പൂട്ടിയിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും വർഷത്തിൽ ഏതെങ്കിലും ഒരു ജയിൽ ഇൻമേറ്റ്സ് ഇല്ല, കുറ്റകൃത്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, ഏതെങ്കിലും രാഷ്ട്രീയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടായിരിക്കും ജയിലുകൾ പോലും തുറക്കുന്നത്. ശ്രീ എളമരം കരീം, ഈ ബീഫിനോടക്കമുള്ള വിയോജിപ്പ് സമാനമായ ഒരു ജനതയാണ്
നമ്മൾ അട്ടപ്പാടി ബീഫിനോടക്കമുള്ള ജനതയെ എങ്ങനെ വിയോജിപ്പ് പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അവിടുത്തെ അതുപോലെ പ്രാദേശികമായ പരീക്ഷിക്കപ്പെടേണ്ടവരാണ്. വിഭവം എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത്തരം ന്യായീകരണങ്ങളൊക്കെ ഉണ്ട്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ ന്യായീകരണം താങ്കൾ കേട്ടിരിക്കും. അതിനുള്ള മറുപടി ഒരിക്കലും അത് ശരിയായ വാദമല്ല. കോഴി മാംസം നൽകുന്നത് മെനു ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മുട്ട കൊടുക്കാമെന്ന്. മുട്ട അവിടെ ആവശ്യത്തിന് ഉൽപ്പാദനമുണ്ടോ? അവിടെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന അത് മെയിൻ ലാൻഡിൽ നിന്ന് കൊണ്ടുപോകണ്ടേ? ഈ പറയുന്നതൊന്നും ന്യായമല്ല. മാത്രമല്ല, അവിടെ സുലഭമായി കിട്ടുന്നു എന്ന് പറയുന്ന മത്സ്യം, ടൂണ മത്സ്യം, അത് മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി എന്ന കുട്ടികളോട് പറയുന്നതിന് ന്യായമെന്ത്? അവരുടെ ജീവിത രീതിക്കനുസരിച്ചുള്ള ഭക്ഷണമല്ലേ അവർ കഴിക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പൊതുവിൽ എല്ലാവരും ചോറ് കഴിക്കുന്നവരാണ്. അരി ഭക്ഷണം അത് ചോറാക്കി കഴിക്കുന്നതാണ് സാമാന്യമായ നമ്മളൊരു ഭക്ഷണ രീതി. ഇവിടെ വന്ന ഒരു ഭരണാധികാരി നിങ്ങൾ നാളെ മുതൽ ഗോതമ്പ് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണ്? നൂറ്റാണ്ടുകളായി അവർ വികസിപ്പിച്ചെടുത്ത അവർക്കൊരു ജീവിത ശൈലിയുണ്ട്, ഒരു സംസ്കാരമുണ്ട്. അതിനെയൊക്കെ മുകളിൽ നിന്ന് വരുന്നൊരു ഭരണാധികാരി അടിച്ച് തകർത്ത് നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറയുന്നത് ന്യായം എന്താണ്? അതാണ് അതിന്റെ ന്യായം എന്താണ്? ഞാൻ ജയചന്ദ്രൻ മാസ്റ്ററിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, അതിന്റെ ന്യായം എന്താണെന്നാണ്. അതായത് ഇവിടെ എളമരം കരീം സൂചിപ്പിക്കുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ ദ്വീപ് നിവാസിയായ ശ്രീ കോയ സൂചിപ്പിക്കുന്നതൊക്കെ നമുക്ക് ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അതായത് ഈ ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി എന്നൊരു അടിച്ചേൽപ്പിക്കൽ, നീ കുമ്പിളിൽ കഞ്ഞി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ പഴയ കാലത്തിൻ്റെ ഒരു തനിയാവർത്തനം ലക്ഷദ്വീപ് ജനതയോട് ചെയ്യുന്നു നിങ്ങൾ എന്നുള്ളതാണ്. അവർ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരാണ്, അവരോട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായി വരുന്ന രാഷ്ട്രീയ ആരോപണം. ശ്രീ ബഹുമാന്യനായ ശ്രീ കോയ സംസാരിച്ചത് ജിംഷാദെ എനിക്ക് ശബ്ദത്തിലുണ്ടായ വേരിയേഷൻ കൊണ്ട് കേൾക്കാൻ സാധിച്ചില്ല. ഇവിടെ എളമരം കരീം പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. വളരെ കൃത്യമായ അജണ്ടകളുണ്ട് ശ്രീ എളമരം കരീം സാർ ഈ ഇടപെടല്. അത് കേവലം ഒരു താങ്കൾ ഈ പറഞ്ഞ കുട്ടികൾക്ക് നൽകുന്ന മുട്ടയും അവിടുത്തെ മനസ്സും കൊടുക്കുക എന്നുള്ളതല്ല. താങ്കൾ തന്നെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ, വിവരം അറിയാൻ കോവിഡ് മൂലമല്ല സാർ നമ്മൾ വൈകുന്നത്. 73 വർഷം നിങ്ങളുടെ MP-മാരൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ ആ പ്രദേശത്തെ കാത്തു സൂക്ഷിച്ചിട്ട് അവിടെ ആധുനിക സാങ്കേതിക ഇറങ്ങിയിട്ടില്ല. ഈ തവണ ഗവൺമെന്റ് തീരുമാനിച്ചു 1072 കോടി രൂപ മുടക്കി സബ്മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ പ്രോജക്ട് 2023-24 പൂർത്തിയാകുമ്പോൾ ഈ തങ്ങൾ ഇന്ന് നിക്ഷേപിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാകും. അവിടുത്തെ ചെറുപ്പക്കാർ, അവർക്ക് തൊഴിലില്ല. വിദ്യാഭ്യാസപരമായി എന്റെ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച ഹയർ സെക്കൻഡറി സ്കൂളിൽ അവർക്ക് ആ കുട്ടികളെ കൊണ്ടുവന്ന് ഡിവിഷൻ ഹാൾ ഉണ്ടായിട്ടാണെങ്കിലും അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അനുഭവം കൂടി എനിക്കുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ഈ ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖല പൂർത്തിയാവുന്നതോടു കൂടി തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആൻഡ് ഇ മെഡിസിൻ, വിവിധ സാങ്കേതിക സഹകരണത്തോടെയുള്ള ആധുനിക തൊഴിൽവൽക്കരണം, അതും ഗൾഫിൽ ഇതിന്റെ ഭാഗമായിട്ട് ഈ അജണ്ടയ്ക്കകത്തുണ്ട്. യുവാക്കൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും നൽകുക എന്ന ലക്ഷ്യമുണ്ട്. ടൂറിസമാണ് നമ്മൾ ഈ പറഞ്ഞ ആ പ്രദേശം എന്തുകൊണ്ട് ഇപ്പോഴും ദരിദ്രമാകുന്നു എന്ന് നമുക്ക് അറിയുന്നില്ല. 73 വർഷം കഴിഞ്ഞവർ തിരിഞ്ഞു നോക്കിയില്ല. തൊട്ടടുത്ത മാലിദ്വീപ് പോലുള്ള പ്രദേശത്ത് ആഗോള ടൂറിസ്റ്റ് ഹബ്ബാണ്. അത് കുത്തകവൽക്കരിക്കുക എന്നൊക്കെ പറഞ്ഞ് എളമരം കരീം സാർ വേവലാതിപ്പെടുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് കോവളം കൊട്ടാരവും നമ്മുടെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് EMCC ഒക്കെ ഏൽപ്പിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആ അർത്ഥത്തിലല്ല അവിടെ ഉള്ളത്. പകരം അവിടെ എക്കോ ടൂറിസം, പ്രകൃതി സൗഹൃദമായ ടൂറിസം, വാട്ടർ വില്ല പ്രോജക്ട് നീതി ആയോഗിന്റെ സഹകരണത്തോടെ ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ അതിന് തറക്കല്ലിടാൻ പോവുകയാണ്. അവരുടെ വൈവിധ്യവൽക്കരണം, അത് തങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കുത്തകളല്ല തെരഞ്ഞെടുത്തിരിക്കുന്നത്. 1.5 ലക്ഷം തെങ്ങുകളുള്ള 10 കോടിയധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ആ ലക്ഷദ്വീപിലെ നാളികേര വൈവിധ്യവൽക്കരണത്തിന് കൊച്ചിയിലെ കോക്കനട്ട് ഡെവലപ്മെന്റ് സെന്ററിനെയാണ് ചുമതലപ്പെടുത്താൻ പോകുന്നത്. കേരളത്തിലെ കയർ ബോർഡിന്റെ സാങ്കേതിക സഹായമാണ് തേടുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ സമഗ്രമായ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അത് താങ്കൾ പറയുന്ന മാതിരി കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം മാത്രമല്ല. മാസ്റ്റർ ജയചന്ദ്രൻ മാസ്റ്റർ, അതായത് ആധുനിക സംവിധാനങ്ങളോ കാലത്തിനനുസൃതമായ വികാസങ്ങളോ അവിടെ ഉണ്ടാക്കുന്നതിന്, അവിടുത്തെ സ്വഭാവം അനുസരിച്ച് നടപ്പാക്കുന്നതിന് അവിടുത്തെ ജനത എതിരല്ല. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും എതിരല്ല. താങ്കൾ പറയുന്നത് ഈ ഒപ്റ്റിക് ഫൈബറും ഈ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കുന്നതിന്, ടൂറിസം അടക്കം ഒരുക്കുന്നതിന് അവർ തടസ്സം നിൽക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് അവർക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? 1. 2, ആധുനിക സംവിധാനങ്ങൾ നടപ്പാക്കാനും വികസിപ്പിക്കാനും എന്തിനാണ് ബീഫ് നിരോധിക്കുന്നത്? എന്തിനാണ് അവരുടെ ഭൂമി ഏറ്റെടുക്കൽ ബില്ല് കൊണ്ടുവരുന്നത്?
എന്തിനാണ് ഗുണ്ട നിയമം അവിടെ കൊണ്ടുവരുന്നത്? അവർ സമാധാനകാംക്ഷികളാണ് എന്ന കാര്യത്തിൽ താങ്കൾക്കടക്കം അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഈ വികാസങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അവരുടെ കൂടിയാലോചനകളെ ശേഖരിച്ചുകൊണ്ടാകാമല്ലോ. പിന്നെ എന്തിനാണ് അവിടെ ബീഫ് നിരോധിക്കുന്നത്? ആധുനിക സംവിധാനങ്ങളും പുരോഗതിയും ഉണ്ടാക്കാൻ എന്തിനാണ് അവിടെ ബീഫ് നിരോധിക്കുന്നത്? ശ്രീ മാസ്റ്റർ. അല്ല അജിം ഷാദ്, നിങ്ങൾ എന്തിനാണ് ഈ ചാനലിൽ ഈ തരത്തിൽ അസത്യം പ്രചരിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെയാണ് ബീഫ് നിരോധിച്ചിരിക്കുന്നത്? അവരുടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ നിന്ന് ബീഫ് മെനുവിനെ മാറ്റാൻ പറഞ്ഞത് എന്തിനാണ്? അവിടെ കുട്ടികൾക്കുള്ള, താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്, കുട്ടികൾക്കുള്ള അവിടുത്തെ ഭക്ഷ്യ പദ്ധതിയിൽ അവർക്ക് നേരത്തെ പറഞ്ഞ് നോൺ വെജ് ഇല്ല എന്നായിരുന്നു നിങ്ങളുടെ ആവലാതി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട കളക്ടർ വന്ന് പറഞ്ഞത് അവർക്ക് മാംസവും മുട്ടയും, മാംസത്തിന് പകരം മുട്ടയും മത്സ്യവും നൽകുന്നുണ്ട്, പ്രാദേശിക വിഭവങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ പുറത്തുള്ള ആളുകൾക്ക് കേരളത്തിൽ നിന്നും ഉരുക്കളെ കൊണ്ടുപോയി കശാപ്പ് ചെയ്ത് വിൽക്കുന്നത് ഒരു തടസ്സവുമില്ല. മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും ബീഫ് ഉപയോഗിക്കുന്നതിലോ അത് വിതരണം ചെയ്യുന്നതിലോ എവിടെയാണ് തടസ്സമുള്ളത്? ആകെയുള്ള തടസ്സം താങ്കൾ പറയുന്നത് കുട്ടികൾക്ക് അത് നൽകേണ്ട, ഇത് കൂടുതൽ നൽകുന്ന അഭികാമ്യമെന്ന് ഒരു നിർദ്ദേശം. ആരാണ് തീരുമാനിക്കുന്നത്? അവരുടെ കുട്ടികൾ ബീഫ് കഴിക്കേണ്ടെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ആരുടെ നിഷ്കർഷയാണ് അത്? പട്ടേലാണോ തീരുമാനിക്കുന്നത്? ഞാന് 10-30 കൊല്ലം ഹൈസ്കൂളിലായിരുന്നു. എന്റെ സ്കൂളിൽ ഒരു ദിവസം പോലും, എല്ലാ ദിവസവും ആ ഉണക്കല് നമ്മുടെ ചെറുപയർ മാത്രമായിരുന്നു. ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നും പണം മുടക്കിയിട്ടാണ് അജിം ഷാദെ കുട്ടികൾക്ക് അവർക്ക് ഇത് കൊടുത്തത്. ആരാണ് കേരളത്തിൽ കുട്ടികൾ ചെറുപയർ മാത്രം കഴിച്ചാൽ മതി എന്ന് തീരുമാനിച്ചത് എന്ന് കൈരളി ചാനൽ ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിലക്ക് കേരളത്തിലില്ലല്ലോ. അങ്ങനെ ഒരു വിലക്കില്ലല്ലോ. അതായത് മാംസാഹാരം അവിടെ കുട്ടികൾ കഴിക്കരുത് എന്നൊരു നിഷ്കർഷ ഈ സംഭവ വികാസങ്ങൾക്കൊപ്പം എത്തുകയാണ്. ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം ഒപ്പം എത്തുകയാണ്. അതായത് ഗുണ്ടകളില്ലാതെ, ജയിലില്ലാത്തൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ ജയിൽ പൂട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ഗുണ്ടാ നിയമം കൊണ്ടുവരുന്നു. 1. 2, അവിടെ സ്വസ്ഥമായി ജീവിക്കുന്ന ആ പാവങ്ങളുടെ ഭൂമി ഏറ്റെടുക്കൽ. 3 വർഷത്തിലൊരിക്കൽ വന്ന് രജിസ്ട്രേഷൻ നടത്തണം, അല്ലെങ്കിൽ ഇത്ര രൂപ പെനാൽറ്റി അടയ്ക്കണം. ഇങ്ങനെ അവരെ പീഡിപ്പിക്കുന്നു. ഇതിൻ്റെ കൂടെയാണ് ഈ ബീഫിൻ്റെ കാര്യത്തിലടക്കം. ഇതൊക്കെ നിങ്ങളുടെ ലിറ്റ്മസ് ടെസ്റ്റായിട്ടാണ് ആ ജനത കാണുന്നത്. അവർ അങ്ങനെയാണ് ഭയപ്പെടുന്നത്. അജിം ഷാദെ, അവരങ്ങനെ കാണുന്നില്ല. പിന്നെന്തിനാണ് അവിടുത്തെ BJP നേതാക്കൾ ആശങ്ക അറിയിച്ചത്? എന്തിനാണ് അവിടുത്തെ BJP നേതാക്കൾ രാജിവെച്ചത്? അവർ മോഡിയെ അടക്കം കാണാൻ പോയത് എന്തിനാണ്? പോയി എന്ന് താങ്കൾ പറയുന്ന അബ്ദുള്ള കുട്ടിയെ വിളിച്ചതിന് ശേഷമാണ് അജിം ഷാദെ. അബ്ദുള്ള കുട്ടിയെ മാറ്റി നിർത്തൂ. അവിടുത്തെ നിവാസികളായ BJP യുവമോർച്ച നേതാക്കൾ. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരത്തിന് വേണ്ടിയാണെങ്കിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. ഖാദർ ഹാജിയും മുത്തുക്കോയയും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾക്ക് പിന്തുണ അറിയിക്കാനും അവിടുത്തെ പ്രാദേശികമായ ജനങ്ങളുമായി കുറെ കൂടെ തുറന്ന സംവാദത്തിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കേണ്ടവർ പോയത്. വളരെ കൃത്യമായിട്ട് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നാളെയോ മറ്റോ അവരുടെ പത്രസമ്മേളനം നടക്കാൻ സാധ്യതയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇനി താങ്കൾ പറഞ്ഞു അവിടെയുള്ള, പക്ഷേ എന്റെ അറിവ് ശരിയാണെങ്കിൽ അവിടുത്തെ BJP നേതൃത്വത്തിന് അബ്ദുള്ള കുട്ടി ഒഴികെ, അത് അവിടുത്തെ കാരനല്ലല്ലോ, അബ്ദുള്ള കുട്ടി ഒഴികെ അവിടുത്തെ ചുമതല വഹിക്കുന്നതാണല്ലോ. അവിടുത്തെ BJP നേതാക്കന്മാരും യുവമോർച്ച നേതാക്കന്മാരും ഒക്കെ രാജിയുടെ വക്കിലാണ്. പലരും രാജിവെച്ചു. വലിയ പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തുനിന്നുള്ളതാണ് ഞാൻ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. നമുക്ക് അവിടുത്തെ നിവാസിയോട് തന്നെ ഒന്ന് ചോദിക്കാം. ശ്രീ, നമുക്കൊന്ന് ചോദിക്കാം. ചർച്ചയിൽ ഒരു വനിതയെ കുറിച്ച് പറഞ്ഞു. ആ ചർച്ചയിൽ അവിടുത്തെ വൈസ് പ്രസിഡന്റിന്റെ മകളും ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഞാനും അദ്ദേഹമുള്ള ആ ചർച്ചയിൽ അതോടെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചില വസ്തുതകൾ. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞു അവിടുത്തെ ഗുണ്ടായാക്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രദേശത്ത് ഗുണ്ടകൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല ഗുണ്ടായിട്ട് ഉണ്ടാക്കുന്നത്. ഒരു ജനതയുടെ അവരെ നേർവഴിക്ക്, അവർക്ക് കുറെ കൂടെ അവിടെ സുരക്ഷ നൽകാനും അത്തരം ആളുകൾക്കുള്ള വെല്ലുവിളികൾ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യയും വളരെ കൃത്യമായിട്ട് പറഞ്ഞു IS-ന്റെ സാന്നിധ്യം അവിടെയുണ്ട്. അവിടെ മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത ലക്ഷദ്വീപിലെ യുവാക്കളെ വഴിതെറ്റിക്കാനുള്ള ബോധപൂർവ്വ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവിടത്തേക്ക് അത് കള്ളക്കടത്ത് നടത്തി അവരെ ഉപയോഗപ്പെടുത്താനുള്ള സ്വാധീനം നടക്കുന്നുണ്ട്. അതൊക്കെ നടത്തുമ്പോൾ ഒരു ജനതയെ വഴിതെറ്റിപ്പോവാതിരിക്കാൻ കൂടിയുള്ള മുൻകരുതലെടുക്കലുകളിൽ ഒരു നിയമവ്യവസ്ഥയുടെ ആണിക്കല്ലെന്ന്. ശ്രീലങ്കയിൽ നിന്ന് ഗുജറാത്തിലേക്കാണ് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കൊണ്ടുപോയത്. ഗുജറാത്തിൽ ഇതൊക്കെ നടപ്പാക്കിയാൽ മതി. അവരുടെ ചെറുപ്പക്കാരെ ഉപയോഗിക്കാതിരിക്കാൻ നോക്കൂ BJP-ക്കാർ. ശ്രീ ഞാൻ തിരിച്ചെത്താം, മാസ്റ്ററോട് തന്നെ തിരിച്ചെത്താം, അവിടുത്തെ നിവാസിയോട്. ശ്രീ കോയ. ജയചന്ദ്രൻ മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് പരത്തി പറഞ്ഞു പോയാൽ, കേൾക്കാവോ? പറഞ്ഞോളൂ. ഒരുപാട് പരത്തി പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ വെറുതെ റഫായിട്ട് പറഞ്ഞു പോകും. ഇപ്പോൾ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ.
അദ്ദേഹം പറഞ്ഞു പശുവിനെ അറുക്കാൻ പാടില്ല എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു. അവിടെ മീൻ കൊടുക്കണം, കുട്ടികൾക്ക് കേടായതുകൊണ്ട് അവിടെ ഇറച്ചി കൊടുക്കണ്ട, മീൻ കൊടുക്കാൻ പറഞ്ഞു, ഇറച്ചി കൊടുക്കണ്ട എന്ന് പറഞ്ഞു. എന്നാൽ നിയമപരമായിട്ട് എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു. ജയേന്ദ്രൻ മാഷക്ക് സാധിക്കുമെങ്കിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ അനിമൽ പ്രിസർവേഷൻ റെഗുലേഷൻ 2021 ലക്ഷദ്വീപിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എടുത്തൊന്ന് വായിക്കുക. അതിൻ്റെ സെക്ഷൻ 5 ആദ്യം പറയുന്നത് പ്രോഹിബിഷൻ എഗെയിൻസ്റ്റ് സ്ലോട്ടർ വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് ഫ്രം കോമ്പറ്റന്റ് അതോറിറ്റി ആദ്യം വെച്ചു. അതിലവർ പറയുന്നു ഏത് ജീവിയെയായാലും ഗ്രോണപ്പായിട്ടുള്ള ഒരു ജീവിയെ, പ്രായപൂർത്തിയായ ഒരു ജീവിയെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് അറുക്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രണ്ടാമതായിട്ട് പറയുന്നു നോ സർട്ടിഫിക്കറ്റ് അണ്ടർ സബ്സെക്ഷൻ 1 ഷാൽ ബി ഗ്രാൻഡഡ് ഇൻ റെസ്പെക്ട് ഓഫ്. ഈ റെസ്പെക്റ്റ് അനുസരിച്ച് ഏതിന് കൊടുക്കാൻ പാടില്ല എന്ന് ആദ്യത്തത് കൗ. പശുവിന് സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ പാടില്ല. ബാക്കി ഏത് ജീവിയെ അറുക്കണമെങ്കിലും സർട്ടിഫിക്കറ്റ് ചോദിക്കണം. പക്ഷേ പശുവിനെ അറുക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാനേ വരണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. പശുവിനെ അറുക്കണ്ടെന്നല്ല അവർ പറഞ്ഞത്, പശുവിനെ അറുക്കണ്ടെന്നല്ല പറഞ്ഞത്, അറുക്കുന്ന സർട്ടിഫിക്കറ്റേ ചോദിക്കാൻ വരണ്ട. അപ്പൊ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് അറുത്താൽ അവന്റെ സ്ഥിതി എന്തായിരിക്കും? ഇനി അതിൽ പറയുന്നു കൗ പറഞ്ഞിട്ട് വെറും പശു പറഞ്ഞു എന്ന് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ദി കാഫ് ഓഫ് എ കൗ, പിന്നെ പശു കിടാവിനെ പാടില്ല, വെദർ മെയിൽ ഓർ ഫീമെയിൽ ആൻഡ് ഇഫ് എനി മെയിൽ വെദർ കസ്റ്റേഡ് ഓർ നോട്ട്. പിന്നെ സീല് പറയുന്നു എ ബുൾ എ ബുള്ളക്ക്. ബുള്ളിനെയും ബുള്ളക്കിനെയും പെടുത്തിക്കൊണ്ട് പറയുന്നു. അത് അവർ കോമൺ ആയിട്ട് അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് അതിൻ്റെ അധികാരികളോട് തന്നെ ചോദിച്ചപ്പോൾ എരുമയും കാളയും എന്നുള്ള അർത്ഥത്തിലാണ് അവരത് വച്ചത്. എരുമയും കാളയുമാണ് പ്രശ്നമെങ്കിൽ തന്നെ ഈ 3 ജീവികൾക്ക് സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ പാടില്ല. ഇവിടെ പശുവിനെ അറുക്കാമോ എന്നതിനുള്ള ഉത്തരമല്ലേ അത്? ഇത് ഞാൻ പറഞ്ഞതല്ല. ജയചന്ദ്രൻ മാസ്റ്റർ അതിനൊരു മറുപടി കൊടുക്കൂ, താങ്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ. ഇതിന് ശബ്ദത്തിന് പ്രശ്നമുണ്ട്, അല്പം ഞാൻ കേട്ടു. ഇത് കേരളത്തിലുണ്ട്. സ്ലോട്ടറിന് പ്രാദേശിക ഭരണകൂടത്തിന്റെയും മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് സാർ കേരളത്തിൽ. നിങ്ങളെ നടപ്പിലാക്കാത്ത ഞങ്ങളുടെ കുറ്റമാണോ? പക്ഷേ ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ അതല്ല, ശരിയാണ്, സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് പറഞ്ഞോളൂ. പക്ഷേ പശുവിനും എരുമയ്ക്കും പശു പതിക്കും കാളയ്ക്കും ഒന്നും ഈ സർട്ടിഫിക്കറ്റ് ചോദിക്കാനേ പാടില്ല എന്നവരുടെ ഡ്രാഫ്റ്റിൽ പറയുന്നുണ്ട്. സെക്ഷൻ 1 സെക്ഷൻ 5 ഇതൊക്കെ 1A സെക്ഷൻ 5 ഇതൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ മുറിഞ്ഞത് കൊണ്ടാവും, എനിക്ക് വ്യക്തമായിരുന്നില്ല. അദ്ദേഹം ആകെ പറഞ്ഞത് ഞാൻ കേട്ടത് the slaughter with the permission of the concerned authority. ശരിയാണ് സർ. അതല്ല, അതിനുശേഷവും പറഞ്ഞു. അതിന്റെ രണ്ടാമത്തെ ഘടകമായിട്ട് വരുന്നത് ഇതൊക്കെയാണ്. അതായത് ഈ 5-ാം സെക്ഷൻ പ്രകാരം ഇന്ന സാധനങ്ങളുടെ അറുക്കാൻ സർട്ടിഫിക്കറ്റ് ചോദിക്കരുത്. ഒന്ന് പശു, ഒന്ന് കാള, ഒന്ന് കാളക്കുട്ടി. അത് പശുവിൻ്റെ കുട്ടിയായാലും പശുവിൻ്റെ മെയിലായാലും ഫീമെയിലായാലും, അതായത് കുട്ടികൾ മീൻസ് കാളക്കുട്ടനായാലും പശുക്കുട്ടിയായാലും ചോദിക്കരുത്. പിന്നീട് എരുമ ചോദിക്കരുത്. ഇതൊക്കെ അവിടെ ഡ്രാഫ്റ്റിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പറഞ്ഞതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നേരത്തെ പറഞ്ഞ കാര്യത്തിന് വിധിക്കുന്നത് അവിടെ നിരോധനമില്ല എന്ന് വ്യക്തമായല്ലോ. നിരോധനം തന്നെയല്ലേ അത്? അതായത് നിരോധനമല്ല, ഇതിനെ അറുക്കാൻ വേണ്ടി ചോദിക്കാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത്. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിരോധനമല്ല, അതിനപ്പുറമാണ്. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിൽ പോലും ചില തരത്തിലുള്ള മൃഗങ്ങളെ വധിക്കുന്നതിന് ഇപ്പോഴും വിലക്കുണ്ട്. ഉദാഹരണം ഗർഭിണിയായ പശുവിനെ, ഗർഭിണിയായ കാള, ഇവിടെ അങ്ങനെയല്ല, ഇതങ്ങനെയല്ല. അല്ല, അങ്ങനെ ഞാൻ പറയുന്നത് അല്ല അജിംഷാദെ, ആ ഉത്തരവ് പൂർണ്ണമായി കാണുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഏതായാലും ഒരു കാര്യം നമ്മൾ പറയുന്നത്, ഒന്ന്, ലക്ഷദ്വീപിൽ സ്ലോട്ടറിന് നിരോധനമില്ല. കേരളത്തിലേതുപോലെ ആ സ്ലോട്ടറിന് ഇരയാകുന്ന ജീവിയുടെ ആരോഗ്യവും ലോക്കൽ ബോഡിയുടെ അതോറിറ്റിയുടെ പെർമിഷനും കേരളത്തിലും ഉള്ളതാണ്. ഒരു നിയമത്തിൽ അതല്ലേ? അത് മാത്രമല്ലല്ലോ ശ്രീ എളമരം കരീം, അതായത് പശുവിൻ്റെ മെയിലോ ഫീമെയിലോ ആയ കുട്ടികൾ, എരുമ, ബുൾ ആൻഡ് ബുള്ളോക്ക്, ഇതൊക്കെ പറയുന്നു. ഇതിനെ ഒന്നും അറുക്കാനുള്ള സർട്ടിഫിക്കറ്റ് പോലും ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിരോധനം എന്നല്ലേ? തീർച്ചയായിട്ടും ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ
ഗോവധം നിരോധിച്ചുകൊണ്ട് നിയമമുണ്ടാക്കിയതുപോലെ ഒരു നിയമമാണ് ലക്ഷദ്വീപിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടല്ലേ അവർ വളരെ ശക്തമായിട്ട് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ലൈസൻസ് വാങ്ങണമെന്ന് പറഞ്ഞാൽ ഇന്ന മൃഗങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അവയെ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമല്ലേ? മാഷക്ക് ഈ വിഷയം അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ തൻ്റെ വാദഗതികൾ BJP നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തിലൂടെ അവിടെ നടപ്പാക്കുന്നതിനെ ന്യായീകരിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഇല്ല എന്ന് പറയാം. അത് ശരിയല്ല. മാത്രമല്ല അവിടെ സബ്മറൈൻ ക്യാബിഡ് തൊഴിൽ ഇതെല്ലാം ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? ഈ എല്ലാ ആധുനിക വികസനവും വന്ന ഡൽഹി നഗരത്തിന് ചുറ്റും എത്ര പേർക്കാണ് തൊഴിൽ കൊടുക്കാൻ സാധിച്ചത് ഈ ഗവൺമെൻറ്റിന്? ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് 29% ഉയർന്നു എന്ന് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്ത് ഈ കഴിഞ്ഞ 2018 45 വർഷത്തിനുള്ളിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ. വാഗ്ദാനം എന്തായിരുന്നു? ഓരോ വർഷവും 2 കോടി പുതിയ തൊഴിൽ സൃഷ്ടിക്കുമെന്ന്. അവിടെ 4G 5G സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണോ നോയിഡയിലും UP-യിലും പരിസരത്തുമൊക്കെ ജനങ്ങൾ തൊഴിലന്വേഷിച്ച് നാടുകളും തെണ്ടി നടക്കേണ്ടി വരുന്നത്? ഈ വികസന വെളിച്ചത്തിൽ അല്ലെങ്കിൽ വികസനത്തിൻ്റെ വലിയ വിപ്ലവം വന്നെന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് നമ്മുടെ വിശുദ്ധ നദികളിലൂടെ മനുഷ്യൻ്റെ ജഡം ഒഴുകി നടക്കുക. ഇത്രയും നാണം കെട്ട ഒരവസ്ഥ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് പോലും കേട്ടിട്ടില്ലാത്ത അത്രയും വിഷമകരമായ അവസ്ഥയാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് കേൾക്കുന്നത്. ഡൽഹി നഗരത്തിൽ കോവിഡ് രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചെന്നാൽ ഓക്സിജൻ ഇല്ല, അവർക്ക് വെന്റിലേറ്റർ ഇല്ല. ആശുപത്രിക്ക് മുമ്പിൽ ആംബുലൻസിൽ വെച്ച് രോഗികൾ മരിക്കുന്നു. അവരെ കൊണ്ടുപോയി വെളിമ്പറമ്പിൽ കൂട്ടത്തോടെ സംസ്കരിക്കുന്നു. സംസ്കരണത്തിന് ആവശ്യമായ പണം നൽകാൻ കഴിയാത്തതുകൊണ്ട് തുണിയിൽ പൊതിഞ്ഞു കെട്ടി പലരും നദിയിലേക്ക് എടുത്തിടുന്നു. ഇതല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം? അതല്ലാതെ ആർക്കാണ് ഈ വികസനം? ഈ കോവിഡ് കാലഘട്ടത്തിലും അംബാനിയുടെയും അദാനിയുടെയും സമ്പത്തിൽ വലിയ വർധനവുണ്ടായി. ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ സമ്പത്തിലുണ്ടായോ? ഈ വികസന നയമാണ് അവിടെ നടപ്പാക്കാൻ പോകുന്നത്. അല്ലാതെ ലക്ഷദ്വീപിലെ പാവപ്പെട്ട കർഷകൻ്റെയോ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്താനല്ല. നേരത്തെ നമ്മുടെ ലക്ഷദ്വീപ് സുഹൃത്ത് പറഞ്ഞതുപോലെ സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ്റെ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കടൽ തീരങ്ങളിൽ മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിലെത്തുന്ന തൊഴിലാളികളുടെ വലയും ഉപകരണങ്ങളും സൂക്ഷിക്കാൻ താൽക്കാലിക ഷെഡുകൾ നിർമ്മിക്കാൻ അനുമതി കൊടുത്തു. അത് ബലം പ്രയോഗിച്ച് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു പറ്റി പുതിയ അഡ്മിനിസ്ട്രേറ്റർ. എന്ത് വികസനമാണിത്? മനുഷ്യമുഖമുള്ള വികസനം വേണ്ടേ? വികസനം എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ ഉപജീവനം തകർക്കുന്നതാണോ വികസനം? അതാണ് മാസ്റ്റർ, അതിനൊരു മറുപടി പറയൂ. അതായത് പ്രാദേശികമായി അവരോടുള്ള സ്നേഹം ഒഴുകുന്ന താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററിന് അവിടെ ഈ ബംഗാര ദ്വീപിലുള്ള ടൂറിസ്റ്റ് സംരംഭങ്ങളിൽ നിന്ന്, അതാണല്ലോ യഥാർത്ഥത്തിൽ തുടക്കമാകുന്നത്, ദ്വീപിൽ നിന്ന് അവിടുത്തെ പ്രാദേശികമായി അവിടെ ഉണ്ടായിരുന്നവരെ ഒഴിവാക്കുന്നു. 1. 2, ഇപ്പോൾ ശ്രീ എളമരം കരീം ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ നാളികേരവുമായി ബന്ധപ്പെട്ട ശേഖരണങ്ങൾ, അവരുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കുടിലുകൾ ഒക്കെ പൊളിച്ചു നീക്കുന്നു. ഇതൊക്കെ അവരോടുള്ള സ്നേഹം കൊണ്ടാണോ ശ്രീ മാസ്റ്റർ? രജീന്ദ്രൻ മാസ്റ്റർ, നിങ്ങൾ എന്നെ പൂർത്തീകരിക്കാൻ സമ്മതിക്കില്ല, ഇടപെടുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേ. എന്നാലും എനിക്ക് തുടങ്ങാതിരിക്കാൻ ഏറ്റവും കൂടുതൽ സമയം പറയുന്നതോ നോക്കൂ മാസ്റ്റർ, അവിടുത്തെ നിവാസിയായ കോയ എന്തോ പറയുന്നു. അദ്ദേഹത്തിന്റെ കൂടി മറുപടി താങ്കൾക്ക് പ്രതികരിക്കാം. അതെ, ശരി, പറഞ്ഞോളൂ കോയ. ഇപ്പോ ബഹുമാന്യനായ ജയേന്ദ്ര മാഷ് പല പ്രാവശ്യം പറഞ്ഞു പല സ്ഥലങ്ങളിൽ നിയമമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പല സ്ഥലങ്ങളിൽ കേരളത്തിലും നിയമമുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ നിയമസഭയുണ്ട്. ആ നിയമസഭയിൽ ഇരിക്കുന്നത് ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ദോഷകരമായ ഒരു തീരുമാനം അവിടുത്തെ ലെജിസ്ലേഷൻ ഒരിക്കലും ഉണ്ടാക്കില്ല. സ്റ്റേറ്റ് ലെജിസ്ലേഷൻ കൂടി തീരുമാനമെടുക്കുമ്പോൾ ആ രീതിയിൽ ലക്ഷദ്വീപിൽ ഇല്ലാത്തതിൻ്റെ ഫലമാണ് ജയേന്ദ്ര മാഷ് ഇനി നേരത്തെ വായിച്ച ഭാഗമല്ലാതെ സെക്ഷൻ 8 കൂടി ഒന്ന് വായിക്കണം. 8-ൽ പറയുന്നു പ്രോഹിബിഷൻ അഗെയിൻസ്റ്റ് സെല്ലിംഗ് ഓർ ബൈയിങ് ബീഫ് ഓർ ബീഫ് പ്രൊഡക്ട്സ്. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ രസം. No person shall directly or indirectly sell, keep, store, transport, offer or expose for sell or buy
ബീഫ് ഓർ ബീഫ് പ്രൊഡക്ട്സ് ഇൻ എനി ഫോം. ഒരു ഫോമിലും ബീഫ് ഓഫർ ചെയ്യുകയോ വിൽക്കുകയോ വാങ്ങുകയോ അതിന് വേണ്ടി ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ പറയുന്നു രണ്ടാമതായിട്ട് പറയുന്നു വെദർ എനി പേഴ്സൺ ട്രാൻസ്പോർട്ട്സ് ഓർ കോസ്റ്റ് ടു ബി ട്രാൻസ്പോർട്ടഡ് ദ ബീഫ് അങ്ങനെ ചെയ്യുകയോ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ സെല്ലിങ് ചെയ്യുകയോ വെദർ എനി പേഴ്സൺ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കപ്പെടുകയോ ചെയ്താൽ ഓർ ബീഫ് പ്രൊഡക്ട്സ് സച്ച് വെഹിക്കിൾ ഓർ എനി കൺവെൻസ്, അത് വാഹനമായാലും വേറെ ഏതെങ്കിലും കൺവെൻസ് കപ്പലായാലും ബോട്ടായാലും യൂസ്ഡ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ സച്ച് ബീഫ് പ്രൊഡക്ട്സ് അലോങ് സച്ച് ബീഫ് ഓർ ബീഫ് പ്രൊഡക്ട്സ് ഷാൽ ബി ലേബിൾ ടു ബി seized by such authority or officer as by the administrator appoint in this behalf. ഈ നിയമം അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റർ അതൊരു ഒഫൻസ് ആണ്. ബീഫ് കൊണ്ടുപോവുകയും അതിന്റെ ഇറച്ചി കടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഒഫൻസ് ആണ്. അതൊക്കെ അതിനകത്ത് ഒളിച്ചു കടത്തുന്നുണ്ട്. ഇത് ഡ്രാഫ്റ്റ് ആണ് അദ്ദേഹം വായിച്ചത്, അല്ലെ സെക്ഷൻ 8 ആണ് ഇതിന്റെ നിയമത്തിൽ. അങ്ങനെ പിടിക്കുന്നവർക്കുള്ള ശിക്ഷ പറഞ്ഞിരിക്കുന്നത് ജീവപര്യന്തം കുറഞ്ഞത് 10 വർഷം. ജീവപര്യന്തം അല്ലെങ്കിൽ പറയാം ഫൈൻ എന്ന് പറയുന്നത് 5 ലക്ഷം, കുറഞ്ഞത് 1 ലക്ഷം. ശ്രീ കോയ മാസ്റ്റർ പറയട്ടെ. കരീം സാർ പറഞ്ഞ തുടങ്ങാം. അവസാനമാണല്ലോ സീരീസ് തന്നെ. 2015 ചിത്രം പ്രസിദ്ധീകരിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം മാപ്പ് പറയാൻ തയ്യാറായിട്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് കരീം സാറിന് അറിയാം. ഞാൻ കേരളത്തിലെ 2 റിപ്പോർട്ടുകൾ കരീം സാറിനെ ശ്രദ്ധയപ്പെടുത്തുന്നു. ഏപ്രിൽ 28 തൃശൂർ വാഴാനപ്പള്ളി വെന്റിലേറ്റർ സൗകര്യം കിട്ടാതെ 4 മണിക്കൂർ ആംബുലൻസിൽ കിടന്ന ഫാത്തിമ 78 വയസ്സ് ആംബുലൻസിൽ മരിച്ചു. വയനാട് കൽപ്പറ്റ മെഡിക്കൽ കോളേജ് ജീവനക്കാരി അശ്വതി 14 മണിക്കൂർ ICU ആംബുലൻസിന് കാത്തുനിന്ന് ചുരത്തിൽ വെച്ച് മരണപ്പെട്ടു. ഞാൻ പറയുന്നത് കേരളത്തിലെ MP-മാർക്ക് കേരളത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാളും താല്പര്യം 2015 ചിത്രം എടുത്തുവിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, അത് നമ്മുടെ വിഷയം അല്ലാത്തത്. ഞാൻ അജിംഷാദ് കാര്യം പറയുന്നത്, ലക്ഷദ്വീപിലെ 37ഓളം ദ്വീപസമൂഹങ്ങളുള്ള ആകെ 10 എണ്ണത്തിൽ മാത്രമേ ജനസാന്ദ്രതയുള്ളൂ. ഇത്തരത്തിൽ ജനസാന്ദ്രത ഇല്ലാത്ത ബംഗാര ദ്വീപിലാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒഴിപ്പിക്കാൻ അവിടെ നിവാസികൾ ഇല്ല അജിംഷാദെ. അതിന്റെ സമീപത്തുള്ള ലക്ഷദ്വീപുകാരുണ്ട്, അവരെ അവിടെ നിന്ന് ഒഴിവാക്കി പിടിപ്പിച്ചു. അതാണ് പ്രശ്നങ്ങളുടെ ഏകദേശം വേണമെങ്കിൽ തുടക്കമായി പറയാം. ഞാൻ താങ്കൾ തടസ്സപ്പെടുത്തുമെന്ന് എനിക്കറിയാമെന്ന് തടസ്സമല്ലല്ലോ ഇത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഫ്രജൈലായ ഒരു മേഖലയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പരിസ്ഥിതി പ്രാധാന്യമുള്ള പരിസ്ഥിതി ലോല നിയമം പാസാക്കിയ പ്രദേശമാണ്. ഹരിത ട്രൈബ്യൂണൽ അത് നടപ്പിൽ വരുത്താത്തതിന് കേന്ദ്ര ഗവൺമെന്റിനെയും ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവും ശകാരിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടെ എക്കോ ഫ്രണ്ട്ലി ആയ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. അതിനാണ് മദ്യം അടക്കമുള്ള അവരിഷ്ടപ്പെടാത്ത സംഭവങ്ങളൊക്കെ അവിടെ അടിച്ചേൽപ്പിക്കുന്നത്. അതിനാണ് 5 സ്റ്റാർ ടൂറിസം അവിടെ അടിച്ചേൽപ്പിക്കുന്നത് അല്ലേ? താൽക്കാലിക മത്സ്യബന്ധന ഷെഡുകൾ പൊളിച്ചു മാറ്റുന്നത് അവർക്ക് കൂടുതൽ സൗകര്യത്തോടു കൂടിയ ഷെഡുകൾ നിർമ്മിച്ചു നൽകാനും മത്സ്യബന്ധനത്തിന് വലിയ പ്രാധാന്യം നൽകാനുള്ള ഗവൺമെന്റിന്റെ തീരുമാനം നടപ്പിൽ വരുത്താനാണ്. നമുക്കറിയാമല്ലോ, മരടിൽ തന്നെ നമ്മൾ ഫ്ലാറ്റുകൾ പൊളിച്ചു മാറ്റേണ്ടി വന്നില്ലേ? തീരദേശ സംരക്ഷണ നിയമം ലംഘിച്ചുണ്ടാക്കിയത് പൊളിച്ചു മാറ്റുമ്പോൾ വിലപിക്കുന്നത്. ജയചന്ദ്രൻ മാസ്റ്റർ, എൻ്റെ ഒരു സംശയം, താങ്കൾ പറഞ്ഞതെല്ലാം വ്യക്തമാണ്, താങ്കൾ ആ വ്യക്തമായ മറുപടിയാണ് പറഞ്ഞത്. ഈ ദിനേശ്വർ ശർമ്മ വരെ നിങ്ങൾ നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റർ ആണല്ലോ, ദിനേശ്വർ ശർമ്മ വരെ ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് ഈ കോട പട്ടേലിന് വരുന്നത്? അവിടുത്തെ ജനങ്ങളുമായി, താങ്കൾ പറയുന്നത് ഈ വികസനമാണ് അവരെ രക്ഷിക്കാനാണെങ്കിൽ അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള കൂടിയാലോചനകളില്ലാതെ, അവിടുത്തെ ജില്ലാ പഞ്ചായത്തുകളുമായി കൂടിയാലോചിക്കാതെ ഈ അർത്ഥത്തിൽ അവരെ അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ്? എന്താണ് ഈ ദിനേശ്വർ ശർമ്മ വരെ ഇല്ലാത്ത കൊമ്പുണ്ടോ ഈ പ്രഫുൽ കോട പട്ടേലിന്? അല്ല, അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഇളമരം കരീം സാറിന്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു. ഇത് ആകെ ഗുജറാത്തിൽ നിന്ന് വന്ന കോടയായതല്ലേ പ്രശ്നമായത്? ബംഗാര ദ്വീപില് PM സെയ്ദിന്റെ കാലഘട്ടം മുതൽ ടൂറിസ്റ്റുകൾക്ക് മദ്യം വിളമ്പുന്നതിൽ കോയക് സാഹിബിന് അവിടെ മദ്യം വിളമ്പുന്നതിന് ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രശ്നമില്ല, ജനവാസ കേന്ദ്രങ്ങളിൽ കൂടി വിളമ്പുന്നതിനാണ് പ്രശ്നം. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇപ്പോഴും പ്രശ്നം അല്ല, താങ്കളല്ലല്ലോ ഇന്നലെ നമ്മൾ പറഞ്ഞത് എന്താ?
ഗൾഫിൽ അവിടെ മദ്യപിക്കാത്ത മുസ്ലിങ്ങളുടെ അടുത്ത് മദ്യം വിളമ്പുന്നു എന്നായിരുന്നു അങ്ങനെയല്ല അത് തെറ്റാണ്. സന്തോഷം. തിരുത്തിയതിൽ ആ കോയ പറഞ്ഞോളൂ. എനിക്ക് എളമനം കരീമിലേക്ക് ഒന്ന് പോകണം. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ശ്രീ കോയ നമ്മുടെ ചർച്ചയിലെ രവീന്ദ്രൻ താങ്കൾ മറുപടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ജയചന്ദ്രൻ മാസ്റ്റർ താങ്കൾ പറഞ്ഞത് വ്യക്തമായി. ശ്രീ കോയ പറഞ്ഞോളൂ, എന്താണ് പെട്ടെന്ന്? അതെ, രവീന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടൂറിസം നടത്തുന്നതിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. അൺഇൻഹാബിറ്റഡ് ഐലൻഡിൽ നടത്താം. അതെ, പക്ഷേ ഇൻഹാബിറ്റഡ് ഐലൻഡിൽ മദ്യം വിളമ്പാൻ അതിൽ പറയുന്നില്ല. അത് ഗവൺമെന്റ് തന്നെ നടത്തണം. അൺഇൻഹാബിറ്റഡ് പ്ലേസിൽ, ഇൻഹാബിറ്റഡ് ഐലൻഡിൽ അൺഇൻഹാബിറ്റഡ് പ്ലേസിൽ നടത്തണം. അത് ഗവൺമെന്റ് നടത്തണം. നിയമങ്ങൾ വയലേറ്റ് ചെയ്യാതെ പ്രോഹിബിഷൻസ് കീപ്പ് ചെയ്ത് നടത്തണം. അങ്ങനെയാ പറയുന്നത്. അതെ, തീർച്ചയായും. ശ്രീ എളമരം കരീം, നമ്മൾ ചർച്ച വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ന്യായീകരണ ഫാക്ടറി പോലെ, ഒരുപക്ഷെ വളരെ സാത്വികനായ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ മറുപടി പറയേണ്ടി വരികയാണ് ജയചന്ദ്ര മാസ്റ്ററിന്. പക്ഷേ ഈ ന്യായീകരണ ഫാക്ടറിയുടെ ഉത്ഭവം ഗംഗോത്രി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും മോദിയും ഈ അഡ്മിനിസ്ട്രേറ്ററും ഒക്കെയാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? നിങ്ങളുടെ എംപിമാരെ പോലും അവിടേക്ക് കടത്താതെ തടയുന്നത് ജനാധിപത്യ ധ്വംസനം കൊണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് സുഗമമാക്കാൻ കഴിയുമെന്ന മോദിയുടെയും കോടാ പട്ടേലിൻ്റെയും ധാരണ ശരിയാണോ? അങ്ങനെയാണോ ഇന്ത്യയുടെ ജനാധിപത്യം? ഒരിക്കലും അവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് സമിതികൾ, ജില്ലാ പഞ്ചായത്ത്, അവിടുത്തെ പാർലമെൻറ്റ് മെമ്പർ ഇവരോടൊക്കെ കൂടിയാലോചന നടത്തി അവിടെ എന്താണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഇതൊന്നും അവിടെ നടപ്പാക്കാൻ കഴിയില്ല. ആ ജനങ്ങളെ ആക്രമിക്കുകയോ കരുതൽ തടങ്കലിനെ പിടിച്ച് ജയിലിലിടുകയോ ഒക്കെ ചെയ്ത് കുറച്ച് പേരെ ഭീഷണിപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ അവർ കീഴടങ്ങില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് എതിരായി പോരാടിയ പാരമ്പര്യമുള്ളവരാണ് ലക്ഷദ്വീപ് ജനത. അതുകൊണ്ട് അവർ കീഴടങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ് ഇന്ന് കൈക്കൊള്ളുന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാടിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഇവിടെ വികസനത്തിൻ്റെയൊക്കെ നമ്മുടെ മാർഷ് BJP നേതാവ് പറഞ്ഞ കാര്യത്തിൽ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. 2 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അർഹതയില്ല എന്ന് തീരുമാനിക്കുന്നത് എന്ത് വികസനത്തിൻ്റെ പേരിലാണ്? അത് ടൂറിസം വികസിപ്പിക്കാനാണോ? അവിടെ ജനസംഖ്യാ വർധനവ് ഒരു പ്രശ്നമാണോ? പോപ്പുലേഷൻ ഗ്രോത്ത് അവിടെ 1.7%. ദേശീയ ശരാശരി 2.2%. കേരളത്തിൽ 1.6%. കേരളത്തോടാണ് അടുത്ത് നിൽക്കുന്ന ലക്ഷദ്വീപ്. തെക്കേ ഇന്ത്യ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ കുറവാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യയാണ് അല്പം മുന്നിൽ നിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ 2 കുട്ടികളെന്ന നിബന്ധന എന്തിനു വെക്കുന്നു? അങ്ങനെ ഒരു നിയമം ഇന്ത്യ രാജ്യത്തുണ്ടോ? ഇന്ത്യയുടെ ഭാഗമല്ലേ ലക്ഷദ്വീപ്? അതാണ് കാതലായ ചോദ്യം. ആ ചോദ്യത്തിലെല്ലാം ഉണ്ട്. ലക്ഷദ്വീപിനോട് ദുഷ്ടലാക്കോടുകൂടി ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്ന് ശ്രീ എളമരം കരീം ഒടുവിൽ പറഞ്ഞതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്തായിരുന്നാലും കൊല്ലാം, പക്ഷേ കീഴടക്കാനാകില്ല. അവർക്കൊപ്പം കേരളവും കേരളത്തിൻ്റെ മനസ്സും എന്നും ഉണ്ടാകും എന്നതാണ് രാഷ്ട്രീയമായും ഉയരുന്നത്. ലക്ഷദ്വീപ് നിവാസികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.